നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നല്പം ചേനക്കാരി ആയാലോ. ഇപ്പോൾ വാഴയൊക്കെ നട്ട് ഒക്കെ എടുത്ത് മാറ്റി, വാഴ വൈകിട്ടാണല്ലോ വെട്ടിയത്. അപ്പോൾ സ്ഥലം വെറുതെ കിടക്കുക. ഇപ്പോൾ കുംഭമാസമായി ചേന നടാൻ പറ്റും. ചേന നടാൻ വെച്ചാൽ കണ്ടവാനും ചേനയല്ല, ഞാൻ ഇതൊരു ചേന നട്ടിട്ടില്ല. അപ്പോൾ കുറേ രീതിയിൽ പല രീതിയിലും പറയുന്നുണ്ട്. ഇപ്പോൾ ചേനയ്ക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, വെറുതെ ഇട്ടാലുണ്ടാവും. പക്ഷേ നമ്മളൊരു 10-30 എണ്ണം ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ സ്റ്റൈലിലും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടും കാണാനും ഭംഗിയുണ്ടാവും. അങ്ങനെ ലാസ്റ്റ് കാണിച്ചു ശാസ്ത്രീയമായ ചേന കൃഷി എന്ന് വെച്ചപ്പോൾ നെറ്റിലടിച്ച് പോയപ്പോൾ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റാണ് കേട്ടോ. പക്ഷേ അതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ, ഓരോ ചേനയും തമ്മിലുള്ള വ്യത്യാസം, ഓരോ കുഴിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3 അടിയാണ് പറയണത്. ഓരോ കുഴിയും തമ്മിൽ അത് കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചോളാം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. 3 അടി കറക്റ്റ്. അപ്പോൾ 2 അടി സ്ക്വയർ, 3 അടി തമ്മിൽ അകലം, ഈ ചേനകൾ തമ്മിൽ അകലം 45 സെൻറ്റിമീറ്റർ ആഴം. അത് പെർഫെക്റ്റ് ആക്കിയിട്ട് നല്ല ഭംഗിയിൽ കയറൊക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ ആ മഴയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുമ്മായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇനി ചേനവിത്ത് നടാൻ പോവുക. ചേനവിത്ത് പറഞ്ഞാൽ ചേന എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി അറിയാത്തവർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേനയുടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. അത് നല്ല എനിക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നണേ. ആർക്കും അറിയാത്ത കാര്യമല്ല ചേന എന്ന് പറഞ്ഞാൽ. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും വെറുതെ കുഴിച്ചിട്ട് ഈ സാധനം ഉണ്ടാവും. ഇതിന് വലിയ ശാസ്ത്രീയതയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും പെർഫെക്റ്റായി ചെയ്യുക. അതുകൊണ്ടാണ്. അപ്പോൾ ചേന വിത്തൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ, ഈ ചേനകളൊക്കെ ഒറ്റ ചേനയാണ്, കട്ട് ചെയ്ത ചേന അല്ലാതെ ഇരിക്കണേ. നിങ്ങൾക്കറിയാം ഈ ഒക്കെ ചേനയുടെ തൂക്കം നോക്കി കഴിഞ്ഞാൽ ഏത് ചേന എടുത്താലും നിങ്ങൾക്കൊരു 600 മുതൽ 800-900 ഗ്രാം വരെ വരുന്ന ചേനകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ ചില ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ചേന 4 ആക്കി കട്ട് ചെയ്തിട്ട് മുറിച്ച് നടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ലത്, അതിപ്പോൾ നിങ്ങളൊരു 2 കിലോൻ്റെ 4 ആക്കി കട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തൂക്കം എന്ന് പറയുന്നത് ചേനയുടെ തൂക്കം 600-700 ഗ്രാമാണ്. അപ്പോൾ അതേ ചേന തന്നെ ഒറ്റ ചേന പറഞ്ഞുകൊണ്ട് നമുക്ക് ചില മെച്ചങ്ങളുണ്ട്. എന്ന് പറയും, നമ്മൾ വലിയ ചേന മുറിക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ കണ്ണോട് കൂടിയിട്ട് വരില്ല. ഇവിടുന്ന് അങ്ങോട്ട് മുറിക്കും, ഇങ്ങനെ 3 കഷ്ണങ്ങളായി ഇങ്ങനെ മുറിക്കും. ഇങ്ങനെ മുറിക്കുമ്പോൾ ചേന ഫുള്ളായി കട്ട് ചെയ്യുക. അപ്പോൾ ആ 2 സൈഡിലും ഇതിൻ്റെ ഫുള്ള് കട്ട് ചെയ്യുമ്പോൾ തൊലിയൊന്നും ഇല്ലാണ്ട് അവിടെ ഫംഗസ് വന്ന് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ ചാണകവെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്യും. എങ്കിൽ കൂടി റിസ്ക് ഫാക്ടർ അതിൽ കൂടുതലാണ്. കാരണം നമ്മൾ കട്ട് ചെയ്യണു. പിന്നെ അത് മാത്രമല്ല, ഈ കട്ട് ചെയ്ത ചേന നടനേക്കാളും ഏകദേശം ഒരു 15 ദിവസമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങുക. അതായത് ഇതുപോലെ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ആയി വരണം. അല്ലാണ്ട് നട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് ചീഞ്ഞു. ഇതേ കളറാവണം. ഇതിപ്പോൾ ഉണങ്ങിയതാണ് കണ്ട, അതിൻ്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഉണങ്ങിയ ഭാഗം അത് ഇതുപോലെ കളറിലേക്ക് ആയിട്ട് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ കുഴിയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചേന എടുക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ 2 കിലോൻ്റെ ചേന കട്ട് ചെയ്ത അതേ തൂക്കം തന്നെ ഇതുണ്ടായാലും നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എന്തെങ്കിലും ഫംഗസൈഡ്, അതായത് ഫംഗസ് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ചാണകവെള്ളത്തിൽ മുക്കിയിട്ട് പിറ്റേ ദിവസം ഈ സാധനം നടാം. കാത്തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ നിന്ന് വരുന്ന മുള നല്ല മെയിൻ മുളയാണ് വരിക. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുളയ്ക്ക് വരും. നല്ല ശക്തിയിൽ വരും. മറ്റേതിനേക്കാളും കൂടുതൽ ശക്തിയിൽ ഇതിൽ മുള വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് ചേനകൾ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ നമ്മൾ വലുത് മുറിച്ചാലും ഈ തൂക്കത്തിലുള്ള ചേന നമ്മൾ നടാൻ പോണേ. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറയും. ഞാൻ സാധാരണ ഇതിലേ കണ്ട അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് ഇതുപോലത്തെ തേൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇതാണ് ചെത്തിക്കളയും. കൂമ്പ് ചെത്തി കളഞ്ഞു കണ്ട. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മുള വരും ചിലപ്പോൾ. ഇങ്ങനെ ചെത്തി കളഞ്ഞു കേട്ടോ. ഇങ്ങനെ ചെത്തിയതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യും. എന്തിനാ പറയുമോ, വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ മാതിരി മണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ചെയ്യാമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്താലും വെച്ചാന്ന് പറയും. നമ്മൾ ചാണകവെള്ളത്തിൽ വെക്കുമ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ പോയിട്ട് ചാണകമൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അങ്ങനെ ഗുണമുണ്ട്. അത് വേറെ ഒന്നുമല്ല. അതിന് വേണ്ടി ഇല്ലെങ്കിലും വിഷയമുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ചെയ്തു എന്ന് മാത്രം. മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഇവിടേക്ക് ചാണകം കറക്റ്റാ ഗ്യാപ്പിൽ നിന്നുള്ള ഉള്ളിലേക്ക് മണ്ണ് പോകുമ്പോൾ ചാണകം കയറിയിരിക്കാനുള്ള സംഗതികൾ. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ശരി, ഈ സാധനം വിത്ത് കറക്റ്റായി. അടുത്തത് ഇനി ഇതിൽ ഫംഗസ് വരാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നതെങ്കിലും ഞാൻ കൂടി പറയാം. നമുക്കത് കെമിക്കൽ രീതിയിൽ പോകണമെങ്കിൽ രാസപരമായി നോക്കുകയാണെങ്കിൽ സാഫ് എന്ന് പറയുന്ന സാഫ് പോലത്തെ കുറേ ഉണ്ട്. അങ്ങനത്തെ ഫംഗസൈഡ് ഇഷ്ടം പോലെ ഉണ്ട്, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കി വെക്കുക എന്നുള്ളതാണ് ഒരു രീതി. അപ്പോൾ ചിലർക്ക് പറയും രാസപരമായ രീതിയിൽ വലിയ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് മറ്റൊരു സംഗതിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്ന ട്രൈക്കോഡാമ എന്നുള്ള ജൈവ കുമിൾനാശിനിയുടേത്. ഈ ജൈവ കുമിൾനാശിനി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഫംഗസിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജൈവ കുമിൾനാശിനി എന്ന് പറയുമ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇതിനത്ര 60 രൂപ
1 കിലോഗ്രാമിന് അത്രയും 115 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ വരും. പക്ഷേ നമുക്ക് അബദ്ധം പറ്റരുത്. കാരണം ഈ ജൈവ കുമിൾനാശിനി ഉപയോഗിക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് നിങ്ങൾ തെറ്റിക്കരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രൈക്കോഡാമ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഈ ചേന നിങ്ങൾ ചാണകവെള്ളം ഉപയോഗിക്കണം കേട്ടോ. ചാണകത്തിലാണ് ഇത് മുക്കി വയ്ക്കേണ്ടത്. ചാണകം ഉപയോഗിക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ ജൈവ കുമിൾനാശിനികൾ ജൈവപരമായിട്ട് ഇതിൽ കുറച്ച് അതിൻ്റെ ജൈവപരമായിട്ടുള്ള അണുക്കളാണത്. ഈ അണുക്കളിൽ നന്നായി വളരണമെങ്കിൽ ചാണകം വളരെ സപ്പോർട്ടീവാണ്. ചാണകത്തിൽ ഇത് നന്നായി പെരുകും ഈ ജീവാണുക്കൾ. അതുകൊണ്ടാണ് ഇത് ചാണക വെള്ളത്തിൽ ഇത് മുക്കി വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്തെങ്കിലും ഇങ്ങനെ നിങ്ങൾ വാരിക്കോരി ചാണക വെള്ളത്തിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ അത് പറയാൻ കാരണം എന്നറിയും, ഈ സാധനം 1 കിലോ ചാണകത്തിന് 5 ഗ്രാം ആണ് ഇതിൻ്റെ കണക്ക്. അതിലും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ലേ ചോദിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഇതിലത്തെ ഈ അണുക്കളുണ്ടല്ലോ, ഈ സാധനം അതിലും കൂടി കഴിഞ്ഞാൽ ഇതങ്ങ് കണ്ടമാനം പെരുകും. അപ്പോൾ നമ്മുടെ മണ്ണിലും ഇതുപോലത്തെ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ അണുക്കളുണ്ട്. അവരും ഇതും തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ബാലൻസ് നശിച്ചു പോവുകയും അവിടുത്തെ ആ ജൈവ രീതിയുണ്ട്, ജൈവ സിസ്റ്റത്തിന് ഡാമേജ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സാധനം കണ്ടമാനം ഉപയോഗിക്കുന്നതിന് അളവ് പറയാൻ കാരണം. ഒന്നുകൂടെ ഓർമ്മിച്ചോളൂ, അതായത് 1 കിലോ ചാണകത്തിന് 5 ഗ്രാം അത് വെള്ളത്തിൽ കുഴമ്പ് രൂപത്തിൽ ഉപയോഗിച്ചിട്ട് ഇതിൽ മുക്കിയിട്ടാണ് ഈ സാധനം വയ്ക്കുക. ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് വേണം, നിങ്ങളതപ്പം മറ്റേ കുമിൾനാശിനിയാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ തണലത്തൊന്നും വെക്കേണ്ട, അല്ല നല്ല വെയിലത്ത് വെച്ച് നിങ്ങൾക്ക് ഉണക്കാം. പക്ഷേ ജൈവ കുമിൾനാശിനി ഉപയോഗിക്കുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല. ഈ സാധനം നേരിട്ട് നന്നായി കുഴമ്പുമാരി മുക്കി വെച്ചിട്ട് കട്ട് ചെയ്ത ചേനയാണെങ്കിൽ 15 ദിവസവും, കട്ട് ചെയ്യാത്ത ഇതുപോലത്തെ ചേനയാണെങ്കിൽ 3 ദിവസം മതി സാധനം നമുക്ക് നടാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ മുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് പോവാം. അയ്യോ, അപ്പോൾ നമ്മൾ ചേന വിത്ത് നമ്മളിത് യൂണിവേഴ്സിറ്റിയുടെ ട്രൈക്കോഡാമയിൽ ചാണകവെള്ളം കൂടി മിക്സ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 കിലോ ചാണകമാണ് എടുത്തേക്കുന്നത്. 5 കിലോ ചാണകത്തിലേക്ക് അപ്പോൾ 5 ഗ്രാം വെച്ചപ്പോൾ 25 ഗ്രാം വേണം. അപ്പോൾ ഒരു ടീസ്പൂൺ ഏകദേശം ഒരു 5 ഗ്രാം വരണുണ്ട്. 1 2 3 4 5 ഇട്ടപ്പോൾ 25. അപ്പോൾ 5 കിലോന് 25 ഗ്രാം കറ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ചേന വിത്ത് മുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അറിയാത്തവരുണ്ടാവും, കുറച്ച് പേരെങ്കിലും, ചിലർ അറിയണവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് മാത്രമേ ഈ വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും വെയിലത്ത് വയ്ക്കരുത്. തണലത്ത് വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വയ്ക്കുക. കാരണം നമുക്ക് കുറച്ച് കാലം കൂടി ഉപയോഗിക്കാം. അധികമൊന്നുമില്ല, ഏകദേശം ഒരു കൊല്ലത്തെ ഒന്നും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരണേ. അതുവരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പല കൃഷിക്ക് ഉപയോഗിക്കാം. കാരണം ഇതുപോലത്തെ വിത്തിനങ്ങളൊക്കെ അടിപൊളിയാണ്. ചേന, ചേമ്പ്, കിഴങ്ങ് ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ നല്ലതാണ്. ഇഞ്ചിക്കൊക്കെ ഭയങ്കര അത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മുക്കണ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാണക സ്ലറി ട്രൈക്കോഡാമ ഇട്ടത് തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിൽ പതുക്കെ മുക്കിയത് എങ്ങനെ ഒന്നുമില്ല, അതിങ്ങനെ മുക്കേണ്ട ഒന്നുമില്ല. അന്നപ്പോൾ ഇത് കൊഴുകൊഴുപ്പം ഞാൻ ശരിക്കും നല്ല അടിപൊളിയായിട്ട് വയ്ക്കും. കണ്ടേ, ഒന്ന് പുരട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഈ സാധനം ഇവിടെ നല്ല തണലുള്ള സ്ഥലമാണ്. അല്ലേ, ഇവിടെ വയ്ക്കും. അടിച്ചെടുത്തു ഒന്ന് വെറുതെ ഇങ്ങനെ. സുഹൃത്തുക്കളെ, അങ്ങനെ 5 ദിവസം നമ്മൾ ആ ട്രൈക്കോഡാമയിലൊക്കെ ചാണകത്തിൽ മുക്കി വെച്ച ആ ചേന നടാൻ പോണ്. ഞാൻ പറഞ്ഞൊരു ശാസ്ത്രീയമായ രീതിയാണ്. ശാസ്ത്രീയമൊന്നും ആവശ്യമൊന്നുമില്ല, ചേന വെറുതെ ഇട്ടാലും മുളയ്ക്കണം സാധനം. എന്നാലും ശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് നമ്മൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 45 സെൻറ്റിമീറ്റർ ഇതിൻ്റെ അളവ് പറഞ്ഞില്ല, 3 അടി അകലം ഈ കുഴികൾ തമ്മിൽ, 2 അടി സ്ക്വയർ, 45 സെൻറ്റിമീറ്റർ ആഴമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 45 സെൻറ്റിമീറ്റർ ആഴം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴി എടുക്കുമ്പോൾ മണ്ണ് മാറ്റല്ലോ. നമ്മൾ മണ്ണ് എപ്പോഴും സൈഡിൽ മാറ്റിയിടണം. ഇതിപ്പോൾ ഞാൻ നിരത്തി പോയി, വേറെ രക്ഷയൊന്നുമില്ല. മാറ്റിയിട്ടിട്ട് ആ മണ്ണും ഇതിന് വേണ്ടിയിട്ടുള്ള വളം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഈ 45 സെൻറ്റിമീറ്റർ പറയണേ. അതിൽ ഏകദേശം നമ്മളൊരു 15-20 സെൻറ്റിമീറ്ററോളം ഈ മിക്സിങ് ഇടുക. ഈ മിക്സിങ് ഇട്ട് നിറയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നിറച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ വിത്ത് വയ്ക്കുക. അപ്പോൾ 15 സെൻറ്റിമീറ്റർ നമുക്ക് നമ്മുടെ വിത്തിനുള്ള ആഴവും, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ ആഴം അത്ര വേണ്ടോ. അതിൻ്റെ അടിയിൽ ബാക്കി 25 സെൻറ്റിമീറ്റർ നല്ല റിച്ചായിട്ടുള്ള വളമാണ് നമ്മൾ നിറയ്ക്കാൻ പോണേ.
അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരല്ലേ. അപ്പോൾ അത് ഇപ്പം ഏകദേശം 45 സെൻറ്റിമീറ്റർ ആളുണ്ട്. നമ്മൾ അതിലേക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് മേൽമണ്ണ് ഞാൻ ഇതിന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ കുമ്മായിക്കിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പറയുന്ന അളവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 കിലോ എന്തെങ്കിലും ജൈവ വളം 2.5 കിലോ. അപ്പോൾ ആട്ടിൻ കാഷ്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2-2.5 കിലോ ആട്ടിൻ കാഷ്ടം നമ്മൾ ഈ കുഴിയിൽ ഇടണം ആദ്യം. അപ്പോൾ അത് ആദ്യം ഇടാം. ആദ്യം 2.5 കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡബ്ബ ഏകദേശം 1 കിലോനെ വരാം. ഞാൻ അളന്ന് നോക്കിയപ്പോൾ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ 1 2 ഏകദേശം 2.5 കിലോ. ഏകദേശം 2.5 കിലോ ആട്ടിൻ കാഷ്ടയിലായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽമണ്ണുണ്ടല്ലോ, മേൽമണ്ണ് ഇതിൻ്റെ മേൽമണ്ണ് ഞാൻ മാറ്റിയിട്ടില്ല. മേൽമണ്ണിലിട്ടു. ഇതൊക്കെ നമ്മൾ മേൽമണ്ണ് മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതെന്തിനാണ് പറയുക, ഇത് നമ്മൾ ഈ ചവറൊക്കെ കൂട്ടുന്നുണ്ടല്ലോ, ചവറ് കൂട്ടുന്നതിൻ്റെ അടിയിൽ വരെ മണ്ണുണ്ട്. അത് നല്ല വളക്കൂറുള്ള മണ്ണല്ലേ, അതുകൊണ്ട് കുറച്ചിട്ടാ കണ്ടേ. അത് ഈ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ്, ചവറിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന മണ്ണാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്ങനെ അല്ലേ, ഇതാ ഏകദേശം ഒരു ലെവലായി. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ നോക്കൂ, ഇതിട്ട് വന്നപ്പോൾ നമുക്ക് 25 സെൻറ്റിമീറ്ററോളം നമ്മൾ ഓൾറെഡി നല്ല റിച്ച് മിക്സിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചേന നടുന്നത്. അപ്പോൾ ഏകദേശം ചേന മുകളിലേക്ക് എത്തിക്കണ്ട. അപ്പോൾ ചേന നടാൻ പോവുക. കിടച്ചു ശ്വാസം വലിയ ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ലേ. അപ്പോൾ ചേന നടുന്നകളും എന്താ അറിയോ, ചേനയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ ആദ്യം, അതായത് നമ്മൾ ട്രൈക്കോഡാമൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടി കുറച്ച് എന്താ പറയുക, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് അത് ചേന നടുന്ന സ്ഥലം, ചേന നടുന്ന സ്ഥലത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് വേറെ, കുറച്ച് ഒരു സ്വല്പം എല്ലുപൊടി വേറെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എൻ്റെ അടുത്ത് കുറച്ച് ഇരിക്കുന്നുണ്ട് കപ്പലിൽ പിണ്ണാക്ക്. ഇത് പറയണ്ട, ഇതതിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ വെറുതെ വേദന കൊടുക്കാൻ ഇരിക്കണമല്ലേ, വേദന കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചേന, അപ്പോൾ ഏകദേശം ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കണ്ട ചേന, ഏകദേശം ഗ്രൗണ്ട് ലെവലിലേക്ക് ചേന കഴിഞ്ഞു 15 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും കരിയിലകളാ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുള്ളത് ഏകദേശം കമ്പോസ്റ്റ് പരുവാകുന്ന രീതിയിലുള്ള കരിയിലകൾ അവിടെ വെച്ചിരിക്കേണ്ട കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ കേട്ടോ, രണ്ട് നിറച്ചിടരുത്. അതിന് മുകളിൽ നമുക്ക് ഇടാനുള്ളതാണ്. അതായത് ആ ചേനയ്ക്ക് ഒരു തണുപ്പും അതുപോലെ തന്നെ ആ വേര് വരുമ്പോൾ ഓടാനൊരു ഗ്യാപ്പൊക്കെ വേണ്ടേ. അതെ, കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടുക. ഇത്ര കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടുക എന്നുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഇവിടെ നിന്നുള്ള മണ്ണ്, ഇപ്പോൾ ഇവിടെ കളച്ചാൽ മണ്ണ് കിട്ടില്ല, കാരണം നല്ല പോലെ 2 ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും കിട്ടുക. ഇതായിട്ട് വന്നു തുടങ്ങി. വാ, ആഹാ കേട്ടോ, ഇത് മതി. അല്ലേ, ചേനയുടെ കൂമ്പ് ഇവിടെ നിൽക്കുന്നു, ചുറ്റുമായി നിർത്തി. ഇപ്പോൾ ചേന നടൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചവറ് വെറുതെ എടുത്തിടുക. ആഴ്ചയിലൊരിക്കൽ, മഴയില്ലാത്ത അവസ്ഥയാണ്, ഉണങ്ങി പോകണ്ട, ആഴ്ചയിലൊരിക്കൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. ഇത്ര വേണം കേട്ടോ. ഒരു 15 ദിവസത്തിനകം മുകളിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് ചവറ് ഇട്ടേ. അപ്പോൾ ചേനയുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. കുറച്ച് ചവറ്, അപ്പോൾ നല്ല പോലെ ഇതായിട്ടുള്ള ചവറാണ് കണ്ടുക. ശരിക്കും പറഞ്ഞാൽ കമ്പോസ്റ്റ് പരിപാടിയുള്ള ചവറാ. ഇതതിൻ്റെ മുകളിൽ വയ്ക്കുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതെ, ചേന നടൽ കഴിഞ്ഞു, ബസ് കഴിഞ്ഞു. അതെ, ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ല. ഇതാണ്
ശാസ്ത്രീയമായ ചേന കൃഷി എന്ന് പറയുന്നത്. കുറേ പേര് ചിന്തിക്കുന്നോ പിന്നെ ചേന അങ്ങോട്ട് നടാൻ ശാസ്ത്രീയത തെങ്ങിൻ്റെ കടക്കിയിട്ടുണ്ടാവുന്ന സാധനമാണ്. ശാസ്ത്രീയം ഇയാളും ഒന്ന് പോടോന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കറിയാം, ഞാൻ നമ്മൾക്കൊക്കെ മുമ്പൊക്കെ കമൻറ്റ് വന്നിട്ടുള്ളത് പോലത്തെ ഓരോന്ന് ഓടെ. എന്തായാലും അറിയാത്തവർക്ക് അറിയട്ടെ. നിങ്ങളുടെ വീട്ടിലും ധാരാളം ചേന ഉണ്ടാവട്ടെ, എടുത്താൽ പൊന്താത്ത ആനച്ചേനകൾ ഉണ്ടാവട്ടെ എല്ലാ വീട്ടിലും ഒന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുക.